യുദ്ധം ഒരു സമാധാന കരാറിലേക്ക് എത്തുമ്പോൾ പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സമാധാന കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യം ഈ യുദ്ധത്തിൽ ജയിച്ചത് ആരാണ് എന്നതാണ്. ഒരു യുദ്ധവും നല്ലതൊന്നും അവശേഷിപ്പിക്കില്ല. യുദ്ധത്തിൽ ഒന്നില്ല. നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാകും എല്ലാ യുദ്ധങ്ങൾക്കും ഉണ്ടാവുക. യുദ്ധത്തിനെതിരെ അമേരിക്കയിൽ ആഭ്യന്തരമായ വലിയ വിമർശനം ഉയരുമ്പോഴാണ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുന്നത്. കരാറിലെ ഇപ്പോൾ പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം ഈ കരാർ ഇറാനെ സഹായിക്കുന്നതാണെന്ന വിമർശനം ട്രംപ് നേരിടുന്നുണ്ട്. ഒപ്പം ട്രംപിനെ ഈ കരാറിലേക്ക് എത്തിച്ചത് ഇറാന്റെ വിജയമായി കണക്കാക്കുന്നവരും ഉണ്ട്. അപ്പോൾ ആരാണ് ഈ യുദ്ധത്തിൽ ജയിച്ചത്, നേട്ടമുണ്ടാക്കിയത് എന്ന ഒരു ചോദ്യമുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കാം എന്നും ഇറാന്റെ പെട്രോളിയം പ്രകൃതിവാതക സമ്പത്ത് കൈക്കലാക്കാമെന്നും മോഹിച്ചാണ് ട്രംപ് പശ്ചിമേഷ്യയിലേക്ക് സേനയെ അയച്ചത്. എന്നാൽ യുദ്ധം നീണ്ടതോടെ സാഹചര്യങ്ങൾ മാറി. അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് വിമർശനം കടുത്തു. ഡെമോക്രാറ്റുകളും ജനാധിപത്യ വിശ്വാസികളും റിപ്പബ്ലിക്കൻസിൽ ഒരു വിഭാഗവും ട്രംപിനെതിരായി വരുന്നതാണ് നമ്മൾ കണ്ടത്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതാണ് അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത്. കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു. യുഎസിലും യൂറോപ്പിലും അടക്കം ലോകമെങ്ങും ഇന്ധനവില കുത്തനെ ഉയർന്നു. നവംബറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുന്ന അമേരിക്കയിൽ വിലക്കയറ്റം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തിരിച്ചടിയാവുമെന്ന് കണ്ടാണ് ട്രംപ് ഒത്തുതീർപ്പിന് ഇറങ്ങിത്തിരിച്ചത്. ഇറാനുമായി ധാരണാപത്രം ഒപ്പിട്ടതോടെ അമേരിക്കയിലെ ജനങ്ങൾ വെറുത്ത ഒരു യുദ്ധത്തിൽ നിന്ന് തലയുരുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. യുദ്ധം നിർത്തിയതോടെ ജനവികാരം മാനിച്ചതായി തൽക്കാലം സമാധാനിക്കാമെങ്കിലും യുദ്ധത്തിനായി നിലകൊണ്ട റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഇസ്രയേൽ പക്ഷക്കാരുടെ വിമർശനം ട്രംപിനെ കുഴപ്പത്തിലാക്കുകയാണ്. കരാറിൽ ഇറാന് ഇളവുകൾ നൽകിയതിൽ രൂക്ഷ വിമർശനമാണ് ഈ കൂട്ടരിൽ നിന്ന് ട്രംപ് നേരിടുന്നത്. ആണവ പദ്ധതി സംബന്ധിച്ച് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചതും നിക്ഷേപങ്ങൾ വിട്ടുകൊടുക്കുന്നതിന് ഇറാനുള്ള അനാവശ്യ ഇളവുകളാണെന്നതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ വിമർശനം. യുഎസ് കോൺഗ്രസിന്റെ നിയന്ത്രണം നിലനിർത്താൻ കഷ്ടപ്പെടുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇടക്കാല തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചാൽ വലിയ തിരിച്ചടിയാകും. അപ്പോ ഇതൊക്കെയാണ് സാഹചര്യം. ട്രംപിന് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ട്രംപിന് മുന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ലക്ഷ്യങ്ങൾ നേടാൻ ആയിട്ടുണ്ടോ? അത് പരിശോധിച്ചാൽ ഇറാന്റെ ആണവായുധ നിർമ്മാണം തടയുക എന്നത് വലിയ ലക്ഷ്യമായിരുന്നു അമേരിക്കയെ സംബന്ധിച്ച്. ഇറാൻ ദിവസങ്ങൾക്കകം അണുവായുധം ഉണ്ടാക്കുമെന്നാരോപിച്ചാണ് ഇസ്രയേലിനൊപ്പം അമേരിക്കയും ഇറാനിൽ ആക്രമണത്തിനിറങ്ങിയത്. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടു. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ വിട്ടുകൊടുത്തില്ല. അണ്വായുധം ഉണ്ടാക്കില്ലെന്ന മുൻ നിലപാട് ആവർത്തിച്ചു. ആണവ പദ്ധതി സംബന്ധിച്ച് ചർച്ച പിന്നീടാകാം എന്നതാണ് ഇപ്പോഴുള്ള ധാരണ. അതായത് ഈ കരാർ ഒപ്പിട്ടതിന് ശേഷം ഏതാണ്ട് 60 ദിവസത്തിനുള്ളിൽ ഈ ആണവായുധം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആണവ പദ്ധതി സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്താം എന്നതാണ് എത്തിയിട്ടുള്ള ധാരണ. മറ്റൊരു ലക്ഷ്യം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോൺ ശേഖരവും തകർക്കുക എന്നതായിരുന്നു. എന്നാൽ ഇറാന്റെ നാവിക വ്യോമസേനകളുടെ ശക്തി ക്ഷയിപ്പിക്കാൻ ഈ 100 ദിവസത്തിലധികം നീണ്ട യുദ്ധത്തിലൂടെ അമേരിക്കയ്ക്ക് കഴിഞ്ഞുവെങ്കിലും ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ശേഖരങ്ങൾക്ക് നാശനഷ്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. മിസൈൽ നിർമ്മാണ ശേഷി ഇല്ലാതാക്കാനും കഴിഞ്ഞില്ല. ഇറാന്റെ മിസൈൽ ശേഷി എന്താണ് എന്നത് ഗൾഫ് മേഖലയിലുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആക്രമണം അമേരിക്ക നടത്തുമ്പോഴും അതിന്റെ തിരിച്ചടി എന്ന നിലയിൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്കുമേൽ ഇറാൻ കനത്ത മിസൈൽ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. അപ്പോൾ 100 ദിവസം പിന്നിട്ടിട്ടും അവിടെ ഒരു കുറവും വരുത്താൻ അമേരിക്കയെ സംബന്ധിച്ച് കഴിഞ്ഞില്ല. അവിടെ പിടിച്ചു നിൽക്കാൻ ഇറാന് കഴിഞ്ഞു എന്നതാണ് നമ്മൾ കാണുന്നത്. പശ്ചിമേഷ്യയിലെ സായുധ വിഭാഗങ്ങൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ തുടരുകയാണ്. അപ്പോൾ അത് കുറയ്ക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നതും ഈ യുദ്ധം ഇത്രയും നീണ്ടതിന് ശേഷവും നമ്മൾ കാണുകയാണ്. ഇപ്പോഴും ഈ കരാറിന്റെ കാര്യത്തിൽ തെക്കൻ ലബനനിലെ
ഉൾപ്പെടെ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ഉൾപ്പെടെ അവസാനിപ്പിക്കുക എന്ന ഇറാന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ളൊരു സമാധാന കരാറിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് അറിയുമ്പോൾ സായുധ വിഭാഗങ്ങൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ തടയുക എന്ന ലക്ഷ്യം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വ്യക്തമാകുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നത് ഇപ്പോൾ ഒരു ലക്ഷ്യമായി അമേരിക്ക പറയുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധത്തിന് മുൻപ് തുറന്നു കിടന്ന കടലിടുക്കാണ് ഇറാൻ യുദ്ധകാലത്ത് സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി അടച്ചത്. ഇത് തുറപ്പിക്കാനായി അമേരിക്ക ഇറാൻ തുറമുഖങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി. അതിനുശേഷവും ഇറാൻ അയഞ്ഞില്ല. ഹോർമുസിൽ US സേനയെ വിന്യസിച്ചു. അതിനൊക്കെയും ഒടുവിലും നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കാനോ ചരക്ക് നീക്കം സുഗമമാക്കാനോ കഴിഞ്ഞില്ല. ദിവസം വളരെ ഒന്നോ രണ്ടോ കപ്പലുകൾക്കൊക്കെ മാത്രമാണ് ഇറാൻ അനുമതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ചരക്ക് നീക്കം ആകെ നിലയ്ക്കുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ യുദ്ധത്തിന് മുൻപ് തുറന്നു കിടന്ന ഹോർമുസ് തുറക്കുക എന്നത് ഈ യുദ്ധത്തിന്റെ ഒരു ലക്ഷ്യമായി മാറുന്നത് കൂടി കാണുന്നു. അവിടെ ഇറാന്റെ തന്ത്രങ്ങളാണ് വിജയിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത്. സഖ്യകക്ഷികളുടെ സംരക്ഷണം, സഖ്യകക്ഷികളായ ഇസ്രയേൽ, US സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് തങ്ങളുടെ ലക്ഷ്യം എന്നതാണ് അമേരിക്ക പറയുന്നത്. നോക്കൂ, ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ ഇറാൻ ആക്രമണങ്ങളിൽ അങ്ങേയറ്റം വലഞ്ഞ രാഷ്ട്രങ്ങളാണ്. സമാധാനകാംക്ഷികളായിരുന്നു. എണ്ണ കയറ്റുമതി ഇവരുടേത് തടസ്സപ്പെട്ടു. അവിടേക്ക് നിരന്തരം ആക്രമണങ്ങളുണ്ടായി. സമാധാനം നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി. സാമ്പത്തിക രംഗത്ത് കനത്ത തിരിച്ചടി ഈ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരിടേണ്ടി വന്നു. US സൈനിക താവളങ്ങളിൽ ഇറാൻ ആക്രമണങ്ങളിൽ കാര്യമായ തന്നെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഒടുക്കം സഖ്യകക്ഷികൾക്ക് ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നതിലേക്ക് അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നു. അമേരിക്കയിലുള്ള അവരുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തുന്നതിൽ വരെ കാര്യങ്ങൾ എത്തി. അതാണ് ഈ യുദ്ധത്തിന്റെ ബാക്കി പത്രമായുള്ളത്. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ എന്താണ് സംഭവിച്ചത് എന്നതാണ് നമ്മൾ കാണുന്നത്. യുദ്ധത്തിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ മോശമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്ത് നേടി അമേരിക്ക ഈ യുദ്ധം കൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കാര്യമായ ലക്ഷ്യങ്ങൾ നേടാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതേസമയം തന്നെ കരുത്ത് കാട്ടിയ ഇറാനെയാണ് മറുപക്ഷത്ത് നമ്മൾ കാണുന്നത്. 6 മാസത്തിന്റെ ഇടവേളയിൽ 2 യുദ്ധം മൂലമുള്ള ആഘാതങ്ങൾ അതിജീവിക്കാൻ ഇറാനിലെ ഭരണകൂടത്തിന് കഴിഞ്ഞു എന്നതാണ് ഈ 107 ദിവസം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ 13 പുലർച്ചെ 3 മണിക്ക് അപ്രതീക്ഷിതമായിരുന്നു ഇറാനിൽ ഇസ്രയേൽ ആക്രമണം ഉണ്ടായത്. 12 ദിവസം നീണ്ട യുദ്ധത്തിന്റെ അവസാന ദിനങ്ങളിൽ US പോർവിമാനങ്ങൾ ഇറാന്റെ ആണവ നിലയങ്ങൾ ബോംബിട്ട് തകർക്കുകയും ചെയ്തു. അതിനുശേഷം 6 മാസത്തിന്റെ ഇടവേളയിലാണ് രണ്ടാമത്തെ യുദ്ധം നടക്കുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങളിൽ വലഞ്ഞ ഇറാനിലെ ഭരണ അട്ടിമറി ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഫെബ്രുവരി 28 അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണം തുടങ്ങിയത്. ആദ്യ ദിവസം തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയെ വധിച്ചു. അടുത്ത ബന്ധുക്കളടക്കം കൊല്ലപ്പെട്ടു. അലി ലാറിജാനി അടക്കം പ്രമുഖരുടെ നീണ്ട നിരയെ വകവരുത്തി. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിക്കുന്ന ഇറാനെയാണ് നമ്മൾ കണ്ടത്. ഹോർമുസിൽ അവർ പിടിമുറുക്കുന്നു. യുദ്ധം തുടങ്ങിയ അമേരിക്കയടക്കം അത് വരിഞ്ഞുമുറുക്കി. ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടു. എല്ലാം കൃത്യമായ പ്ലാനിങ്ങോടെ ഇറാൻ നീക്കുന്നതാണ് കണ്ടത്. അമേരിക്ക കരുതിയതുപോലെ ആഭ്യന്തര പ്രക്ഷോഭം കടുത്തില്ല. ഇറാനിൽ പുതിയ ഭരണ നേതാക്കൾ വന്നു. അവർ മുൻഗാമികളെക്കാൾ കടുത്ത നിലപാടുകാരായിരുന്നു. അവർ ഭരണത്തിൽ പിടിമുറുക്കുന്നതാണ് കണ്ടത്. IRGCയും ആ രീതിയിൽ പിടിമുറുക്കുന്നത് കണ്ടു. യുദ്ധമുണ്ടായാൽ അതിന്റെ ആഘാതം എത്രയെന്ന് ഇറാൻ മനസ്സിലാക്കിയിരുന്നു. അതിനായി തയ്യാറെടുത്തിരുന്നു എന്നതാണ് ഈ സാഹചര്യങ്ങളെ ഇറാൻ നേരിട്ട രീതി സൂചിപ്പിക്കുന്നത്. 10 വർഷം നീണ്ട ഇറാൻ ഇറാഖ് യുദ്ധം, ആ ദീർഘയുദ്ധത്തിൽ നൽകിയ അനുഭവ പരിചയവുമൊക്കെ ഇറാന് ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും ഉപരോധങ്ങളുടെ പിടിയിലായിരുന്നു ഇറാൻ. അങ്ങനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുമ്പോഴും എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിന്റെ ശീലം ഇറാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഈ സാഹചര്യങ്ങളെ എങ്ങനെ മറികടക്കാം എന്നത് മുൻകൂട്ടി കണ്ടിരുന്നു ഇറാൻ എന്നതാണ് മനസ്സിലാകുന്നത്. സിറിയയിലും ലെബനനിലും യമനിലും
വർഷങ്ങളായി പോരടിക്കുന്ന സായുധ വിഭാഗങ്ങളെല്ലാം ഇറാൻ സേനയിൽ നിന്ന് പരിശീലനം ലഭിച്ചവരാണ്. സ്ഥിരമായി യുദ്ധത്തിലായിരിക്കുന്ന ഇറാന്റെ ഓരോ നീക്കവും അങ്ങനെ കൃത്യതയോടുകൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണ കാലം, 100-ലധികം ദിവസം നീളുന്ന ഈ പരീക്ഷണ കാലം മറികടക്കാൻ ഇറാന് കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ട്രംപിനെ നേരിടാൻ പോലും കൃത്യമായ പ്ലാനിംഗ് ഇറാൻ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ യുദ്ധത്തിന്റെ 100 ദിവസങ്ങളെടുത്താൽ പറഞ്ഞത് മാറ്റി പറയുന്ന ട്രംപിനെ നമ്മൾ പല ദിവസങ്ങളിലും കണ്ടു. ഈ യുദ്ധത്തിലുടനീളം ട്രംപിന്റെ സ്ഥിരതയില്ലാത്ത വാക്കുകളാണ് കണ്ടത്. ഒരു ദിവസം സമാധാനത്തിനെക്കുറിച്ചും അടുത്ത ദിവസം യുദ്ധത്തെക്കുറിച്ചും പറയുന്ന ട്രംപിനെ നമ്മൾ കണ്ടു. ട്രംപിന്റെ സ്ഥിരതയില്ലായ്മയാണ് സമാധാന ചർച്ചകൾ പരാജയപ്പെടാൻ കാരണമെന്ന് ഇറാൻ പലകുറി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സമാധാന ശ്രമങ്ങളിലേക്ക് എത്തുന്നതിൽ ഏറ്റവും വിലങ്ങുതടിയാകുന്നത് സ്ഥിരതയില്ലാത്ത ട്രംപിന്റെ നിലപാടുകളാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കണം എന്നതിനെക്കുറിച്ച് ഇറാൻ പഠിച്ചിരുന്നു, ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചിരുന്നു എന്നതാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ നിർദ്ദേശങ്ങളാണ് പാലിക്കപ്പെടുന്നതെന്ന് വ്യാഖ്യാനങ്ങൾ ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോഴാണ് എങ്ങനെ ഇതിലേക്ക് ഇറാൻ എത്തി എന്നത് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകൾ വരുന്നത്. അത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ പരോക്ഷ സമാധാന ചർച്ചകളിൽ അനുകൂലമായ വഴിത്തിരിവുണ്ടാക്കാൻ ഇറാൻ അസാധാരണമായ നയതന്ത്ര നീക്കം നടത്തി എന്നതിന്റെ റിപ്പോർട്ടുകളാണ്. ട്രംപിന്റെ പ്രവചനാതീതമായ പെരുമാറ്റ രീതികളെയും തീരുമാനങ്ങളെയും കൃത്യമായി വിശകലനം ചെയ്യുന്നതിനായി ഇറാൻ അവരുടെ ചർച്ചാ സംഘത്തിൽ മുതിർന്ന സൈക്കോളജിസ്റ്റുകളെയും സൈക്കാട്രിസ്റ്റുകളെയും ഉൾപ്പെടുത്തിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം പോർട്ടലായ ഡ്രോപ്പ് സൈറ്റ് ന്യൂസ് ആണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. പാരമ്പര്യ നയതന്ത്ര ശൈലി ഉപേക്ഷിച്ച് ഇറാൻ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഏപ്രിലിൽ ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന ആദ്യഘട്ട ഉഭയകക്ഷി ചർച്ചകൾ കടുത്ത അനിശ്ചിതത്വത്തിലായിരുന്നു അവസാനിച്ചത്. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ മാനസികാവസ്ഥയും ചിന്താഗതിയും കൃത്യമായി ഡീകോഡ് ചെയ്യാൻ വേണ്ടി ഇറാൻ 2 മുതിർന്ന മനഃശാസ്ത്രജ്ഞരെ ഉപദേശക സമിതിയിലേക്ക് നിയോഗിച്ചു എന്ന വാർത്തകൾ വരുന്നത്. ഏപ്രിലിലെ ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നിർദ്ദേശങ്ങൾ കൈമാറാൻ തുടങ്ങിയപ്പോഴാണ് ഈ സൈക്കോളജിസ്റ്റുകൾ ഇറാൻ സംഘത്തെ സഹായിക്കാൻ തുടങ്ങിയത് എന്ന് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. ട്രംപിന്റെ വ്യക്തിത്വത്തിന് അനുയോജ്യമായ രീതിയിൽ സന്ദേശങ്ങളുടെ ഘടന മാറ്റി എഴുതുകയായിരുന്നു ഇവരുടെ പ്രധാന ചുമതല എന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രാദേശിക മധ്യസ്ഥർ വഴി ട്രംപിന് കൈമാറുന്ന കത്തുകളുടെയും നിർദ്ദേശങ്ങളുടെയും ഭാഷ, ടോൺ, വിഷ്വൽ ലേഔട്ട് എന്നിവ ഈ മനഃശാസ്ത്രജ്ഞർ മാറ്റങ്ങൾ വരുത്തി നൽകി അങ്ങനെയാണ് കൈമാറിയിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഈ മാറ്റം ചർച്ചകളിൽ വലിയ പ്രതിഫലനമാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്നു. പരസ്യമായ വാക്പോരുകളിലേക്കും ഉപരോധങ്ങളിലേക്കും നീങ്ങിയിരുന്ന ചർച്ചകൾ പെട്ടെന്ന് തന്നെ ഇരുവർക്കും സമ്മതമായ ഒരു ധാരണാപത്രത്തിലേക്ക് വഴിമാറാൻ ഈ രീതിയിലുള്ള ഇറാന്റെ ശ്രമം കാരണമായി എന്നതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ട്രംപ് ഇടപെടാൻ വലിയ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം വാക്കുകൾ മാറ്റി പറയും. നമുക്കറിയാം, ഇന്ത്യയുടെ തന്നെ അനുഭവം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പലതവണ ഇല്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇന്ത്യയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ വലിയ ഫ്രണ്ട്ഷിപ്പും സൗഹൃദവും ഉള്ളപ്പോൾ പോലും ട്രംപിന്റെ ഈ നിലപാട് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കി. കൂടിക്കാഴ്ചകൾ മാറ്റിവെച്ചു, അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോൾ പോലും അത് മോദി ഒഴിവാക്കിയിരുന്നു എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നതാണ്. എന്തായാലും അങ്ങനെ ട്രംപ് പലതും മാറ്റിപ്പറയുന്ന വ്യക്തിയാണ്. സ്ഥിരതയില്ലാത്ത വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന വിമർശനങ്ങൾ വരുമ്പോൾ ഇറാൻ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത് എന്നതിൻ്റെ ഒരു റിപ്പോർട്ട് കൂടിയാണ് വരുന്നത്. ആ രീതിയിൽ വളരെ കൗതുകവും ഒപ്പം തന്നെ വളരെ നിർണായകവുമാണ് അത്തരം ചില നീക്കങ്ങൾ ഈ യുദ്ധസമയത്ത് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നത്. എന്തായാലും നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്ന ഘട്ടമാണ്. ഈ യുദ്ധം ഉൾപ്പെടെ പലവിധ വിഷയങ്ങൾ, വ്യാപാര കരാറൊക്കെയും ചർച്ചയ്ക്ക് വരുമെന്ന് കരുതുന്ന നിമിഷമാണ്. എന്തായാലും ഇറാന്റെ ചില യുദ്ധതന്ത്രങ്ങൾ ആ നിലയ്ക്ക് കൂടി വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ഈ യുദ്ധം ആര് ജയിച്ചു ആര് തോറ്റു എന്ന് നോക്കുമ്പോൾ ഇറാനിൽ മാത്രം ഏതാണ്ട് 3500-ലേറെ മരണമുണ്ടായിട്ടുണ്ട്. പ്രമുഖ നേതാക്കളെ, അവരുടെ പരമോന്നത നേതാവിനെ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു. ഇറാന്റെ വിജയം എന്നതല്ല, യുദ്ധത്തെ, ആ സാഹചര്യങ്ങളെ നേരിടാൻ ഇറാൻ കാണിച്ച ശ്രമങ്ങളെയാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത് വിവിധ റിപ്പോർട്ടുകളിലൂടെ. അതേസമയം തന്നെ അവർക്ക് ഇത്രയും അധികം ദിവസം അമേരിക്കയും ഇസ്രയേലും സംയുക്തമായ ആക്രമണം നടത്തുമ്പോഴും പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. അവരുടെ തന്ത്രങ്ങൾ ആ നിലയിൽ ഹോർമുസിൽ ഉൾപ്പെടെ എടുത്ത തന്ത്രങ്ങളാണ്
അവരുടെ കൂടി താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള സമാധാന കരാറിലേക്ക് നയിക്കുന്നത് എന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം, അതിനുശേഷം മറ്റു വാർത്ത. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.